ഉണ്ടാക്കിയ ചട്ടങ്ങളാൽ നിർണയിക്കപ്പെട്ടത് എന്നാണ്. ഈ ആക്ടിന് കീഴിൽ ഉള്ള ചട്ടങ്ങളാൽ നിർണയിക്കപ്പെട്ടത് എന്നതാണ് നിർണയിക്കപ്പെട്ട എന്നതർത്ഥം. പട്ടികജാതികൾ എന്നാൽ, അവിടെ ശ്രദ്ധിക്കണം കേട്ടോ, പട്ടികജാതികൾ എന്നാൽ, പട്ടിക ഗോത്രങ്ങൾ എന്നാൽ എന്നിവയ്ക്ക് ഭരണഘടനയുടെ 366 അനുച്ഛേദം എഴുതി വെച്ചോണം. ഭരണഘടന മലയാളത്തിൽ കിട്ടുമോന്നെങ്കിൽ എടുത്ത് നോക്കണം. 366 അനുച്ഛേദം 24 ഖണ്ഡികയിൽ പറയുന്നത് പട്ടികജാതികളും, 366 അനുച്ഛേദം 25 ഖണ്ഡികയിൽ പറയുന്നത് പട്ടികവർഗവുമാണ്. അതിൽ പെടാത്തതൊന്നും പട്ടികജാതിയിലും പട്ടികവർഗത്തിലും പെടത്തില്ല. അതുകൊണ്ടാണ് ചില ജാതി സർട്ടിഫിക്കറ്റുകൾ ആര് കൊടുക്കാത്തത്? സർക്കാർ കൊടുക്കാത്തത്. അത് സ്ക്രീനിങ് കമ്മിറ്റി എന്നാൽ 6ാം ഉപവകുപ്പിൽ പറഞ്ഞിട്ടുള്ള കമ്മിറ്റിയാണ്. ഏത് 6ാം ഉപവകുപ്പിൽ? ഈ നിയമത്തിന്റെ 6ാം വകുപ്പിൽ പറഞ്ഞതാണ് സ്ക്രീനിങ് കമ്മിറ്റി എന്നാൽ 6ാം ഉപവകുപ്പിൽ പറഞ്ഞ കമ്മിറ്റി എന്നർത്ഥമാകുന്നു. അടുത്തത് സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റി. സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റി എന്നാൽ 8ാം ഉപവകുപ്പിന് കീഴിൽ വിജ്ഞാപനം മൂലം വിജ്ഞാപനത്തിൽ പ്രത്യേകം പറയാവുന്ന അങ്ങനെയുള്ള പ്രദേശങ്ങൾക്ക്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ആക്ടിന്റെ കീഴിൽ സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിയുടെ ചുമതലകൾ നിർവഹിക്കുന്ന സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റി. എന്തിന്റെ സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റി? ജാതി സർട്ടിഫിക്കറ്റിന്റെ സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റി. സ്പെഷ്യൽ കോടതി, സ്പെഷ്യൽ കോടതി നമ്മൾ SC/ST ആക്കി പറഞ്ഞതാണ്. എന്താണ്? 21ാം വകുപ്പിൻ കീഴിൽ ഒരു സ്പെഷ്യൽ കോടതിയായി പ്രത്യേകം പറഞ്ഞിട്ടുള്ള സെഷൻസ് കോടതി എന്ന് അർത്ഥമാക്കുന്നു. സെഷൻസ് കോടതി എന്ന് പറഞ്ഞാൽ എന്താണ്? 7 വർഷത്തിന് മുകളിൽ ശിക്ഷ കൊടുക്കാൻ കഴിവുള്ള കോടതി, അതാണ് സെഷൻസ് കോടതി. 7 വർഷത്തിന് താഴെ ശിക്ഷ കൊടുക്കാൻ പറ്റുന്ന കോടതി മജിസ്ട്രേറ്റ് കോടതി. അത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാൽ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ 22ാം വകുപ്പിൻ കീഴിൽ വിജ്ഞാപനം മൂലം നിയമിച്ച ഒരു അഭിഭാഷകൻ എന്നർത്ഥമാകുന്നു. അതാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. SC/STയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഉദ്ദേശിച്ചത് കേട്ടോ. 22ാം വകുപ്പിൻ കീഴിൽ നിയമിക്കുന്ന ഒരു പ്രത്യേക അഭിഭാഷകനെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? പട്ടികജാതി ഗോത്ര പദവി തെളിയിക്കൽ എന്താണ്? സെക്ഷൻ 3 പട്ടികജാതി ഗോത്ര പദവി തെളിയിക്കൽ. തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും, അപ്പൊ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും നിയമത്തിൽ എന്ത് പറഞ്ഞിരുന്നാലും ഇവിടെ പറയുന്നതാണ് ശരി എന്നാ പറയുന്നത്. ഏതെങ്കിലും പട്ടികജാതിയിലോ അഥവാ പട്ടിക ഗോത്രത്തിലോ പെടുന്ന ഏതൊരാൾക്കും അങ്ങനെയുള്ള ജാതിക്കാർക്കോ അല്ലെങ്കിൽ ഗോത്രക്കാർക്കോ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഏതൊരു ആനുകൂല്യമോ ഇളവോ പരിരക്ഷയോ ഒഴിവാക്കലോ സംവരണമോ പട്ടികജാതിയിലെയും ഗോത്രങ്ങളിലെയും പെട്ട അംഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചുള്ള ഏതെങ്കിലും പബ്ലിക് സർവീസിലേക്കോ അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടേക്കോ പ്രവേശനത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്തോ സംസ്ഥാനത്തിന് വെളിയിലോ ഉള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് സീറ്റുകളിലോ അല്ലെങ്കിൽ തദ്ദേശ അധികാര സ്ഥാപനങ്ങളിലോ സഹകരണ സ്ഥാപനങ്ങളിലോ സംവരണം ചെയ്യപ്പെട്ട സീറ്റിലെ മത്സരിക്കുന്നതിനുള്ള ആളുകളുടെ അവകാശത്തെ ഈ ആക്ടിന് കീഴിൽ കോമ്പിറ്റന്റ് അതോറിറ്റി ഈ ആവശ്യത്തിന് നിർദ്ദിഷ്ട രീതിയിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്നാണ് പട്ടികജാതി വർഗ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പട്ടികജാതി ഗോത്ര പദവി തെളിയിക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു.